മറ്റൊരു വാർത്തയിലേക്ക് സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് എൻ നഗരേഷ് നേരിട്ട് സിനിമ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ജാനകി എന്ന പേര് മാറ്റണമെന്ന നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സെൻസർ ബോർഡ്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഈ സിനിമ പ്രദർശനം എന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായി സെൻസർ ബോർഡ് ഒരു കാരണവും അറിയിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്താണ് ആ കാരണം എന്ന് പറയേണ്ടി വരും. കോടതിയാണെങ്കിൽ ആ സിനിമ കണ്ടും കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. അത് സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചും സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചും സിനിമാ പ്രേമികളെ സംബന്ധിച്ചും വലിയ ആകാംക്ഷയോടെയാണ് ഇന്നത്തെ ദിവസം കാത്തു നിൽക്കുന്നത്. കാരണം JSK സിനിമയിൽ ജാനകി എന്ന പേര് 96 ഇടങ്ങളിലാണുള്ളത്. ഈ പേരെല്ലാം മാറ്റണം. ഇതിൻ്റെ ടൈറ്റിൽ ഉൾപ്പെടെ എല്ലാ പേര് ജാനകി എന്ന പേര് തന്നെ ഈ സിനിമയിൽ നിന്നും മാറ്റണമെന്ന പിടിവാശിയിൽ തന്നെയാണ് സെൻസർ ബോർഡ്. പക്ഷേ അത് ഹൈക്കോടതിയിൽ ഇവരുടെ വാദം കോടതിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ജാനകി എന്ന പേര് മാറ്റണമെന്ന് ആവർത്തിച്ച് കഴിഞ്ഞ 2 തവണ ഹർജി പരിഗണിച്ചപ്പോഴും കോടതി ആവർത്തിച്ച് ചോദിച്ചത് എന്തുകൊണ്ട് മാറ്റണമെന്നാണ്. ജാനകി എന്നത് പൊതുവായിട്ടുള്ള പേരല്ലേ, അതെങ്ങനെയാണ് ഒരു മതവിശ്വാസത്തിൻ്റെ മാത്രം പേരായി മാറുന്നത്? നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നതല്ലേ. ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മേൽ ഇങ്ങനെ കടന്നു കയറാൻ പാടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കരുതെന്ന് കർശന നിർദ്ദേശം പോലും സെൻസർ ബോർഡിന് കഴിഞ്ഞ തവണ ഹൈക്കോടതി നൽകി കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ സിനിമ കാണണമെന്ന് ഹൈക്കോടതി തന്നെ നേരിട്ട് പറയുന്ന സാഹചര്യമുണ്ടായത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ശനിയാഴ്ച ഈ ചിത്രം ഒരു സ്റ്റുഡിയോയിൽ വെച്ച് ഹൈക്കോടതി ജഡ്ജി കാണുകയും അതിനുശേഷം ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഏറെ നിർണായകമാണ്. എന്തായാലും ഇതിനു മുൻപ് ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന പരാമർശങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ സിനിമ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ ജാനകി എന്ന പേര് മാറ്റേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ കോടതി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. നിർമ്മാതാവിനെ സംബന്ധിച്ച് അദ്ദേഹം വലിയ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം 27-ാം തീയതി റിലീസ് ചെയ്യേണ്ട ചിത്രമാണ്, അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ്. അതിന് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. കോടതിയിൽ പോലും കയറിയിറങ്ങി 2 തവണ സിനിമ ഇതിന്റെ ഹർജി മാറ്റിവെക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് വലിയ മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. നിർമ്മാതാക്കളെ സംബന്ധിച്ചും അവർക്കും വലിയ വിഷമം ഉണ്ടാകുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ അന്തിമമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് അണിയറ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും ഇത്രയും ദിവസം കഴിഞ്ഞു, ഇനിയും ചിത്രം റിലീസ് ചെയ്യാതെ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്ന് കോടതി വരെ കഴിഞ്ഞ തവണ ഒരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ കൂടി ഇന്ന് എന്തായിരിക്കും സെൻസർ ബോർഡ് വീണ്ടും വിശദീകരിക്കുക? ഈ സീതയുടെ പേരായതുകൊണ്ട് മാറ്റണമെന്ന ന്യായീകരണത്തെ എത്രമാത്രം കോടതിക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ കോടതി എത്രമാത്രം ആ ഒരു വാദത്തെ ശരിവെക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും 10 മണിയോടുകൂടി രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, എന്തായാലും ഒരു സുപ്രധാനമായ തീരുമാനം, പ്രത്യേകിച്ച് പതിവില്ലാത്തതാണ്. ജഡ്ജി തന്നെ നേരിട്ട് പോയി സിനിമ കണ്ടതാണ്. 96 തവണയോ മറ്റോ ഈ ജാനകി എന്ന പേര് പരാമർശം ഈ സിനിമയിലുണ്ട്. ആ ജാനകി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണോ, മറിച്ച് ആ സിനിമയ്ക്ക് എത്രമാത്രം അത്യാവശ്യമാണ് ആ പേര്? ഇതൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. ആ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. ഇന്ന് അങ്ങനെ ഒരു തീരുമാനം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം.